സമ്പത്ത് ഒരു തവണ തോറ്റത് കൊണ്ട് തുടർച്ചയായി ജയിച്ച BJP അംഗത്തെ, അതായത് 7 തവണ തുടർച്ചയായി ജയിച്ച BJP അംഗത്തെ പ്രൊട്ടം സ്പീക്കർ ആക്കുന്നു എന്ന ന്യായം എത്ര കണ്ട് ശരിയാണ്? നികേഷേ, ഇവിടെ BJPയുടെ പ്രതിനിധി വല്ലാതെ പ്രയാസപ്പെടുന്നത് ഇപ്പോൾ ലോക്സഭയുടെ പ്രോട്ടം സ്പീക്കറുടെ നിയമനമെന്ന് പൂർണ്ണമായ അർത്ഥത്തിൽ അങ്ങനെ മറ്റൊരു പദം ഇല്ലാത്തത് കൊണ്ട് അത് ഉപയോഗിച്ചതാണ്. ന്യായീകരിക്കാൻ വേണ്ടിയുള്ള വല്ലാതെയുള്ള പരിശ്രമം നടത്തുകയുണ്ടായി. അഡ്വക്കേറ്റ് കൂടിയാണല്ലോ അദ്ദേഹം, BJPയുടെ വക്താവ് എന്നുള്ള നിലയിൽ ഇപ്പോൾ ശ്രീ പത്മനാഭൻ ഇതിൽ പങ്കെടുക്കുന്നത്. അദ്ദേഹം പറഞ്ഞ ആ വാദമുഖങ്ങൾ ഈ പുസ്തകത്തിൽ ഇന്ത്യയുടെ ഭരണഘടനയിൽ എവിടെങ്കിലും എഴുതപ്പെട്ടിട്ടുള്ളതാണോ എന്ന് അദ്ദേഹം പറയുക. ഒന്ന്. ഇത് അല്ല, ഞാൻ അതിലേക്ക് വരികയാണ്. റൂൾസ് ഓഫ് പ്രൊസീജിയർ ആൻഡ് കോണ്ടക്ട് ഓഫ് ബിസിനസ് ഇൻ ലോക്സഭ. ഇത് മറ്റൊരു പുസ്തകമാണ്. നികേഷ്, ഈ പുസ്തകത്തിൽ എവിടെയാണ് അദ്ദേഹം പറഞ്ഞ വാദമുഖങ്ങൾ, ഈ 2 പുസ്തകത്തിൽ എവിടെയാണ് അദ്ദേഹം പറഞ്ഞ വാദമുഖങ്ങൾക്ക് സാർത്ഥകമായ നിലയിൽ, ഉപോദ്ബലകമായ നിലയിൽ അങ്ങനെ ചെയ്യുക എന്ന നിലയിൽ പറയുന്നത്? ഇനി എന്തുകൊണ്ടാണ് ഞാനിതിപ്പോൾ ആശ്രയിച്ചത് എന്ന് കൂടി പറയാം. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 94, ആർട്ടിക്കിൾ 94, അനുച്ഛേദം 95 1 2, ആർട്ടിക്കിൾ 95 1 2 ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ, ഏകദേശം മലയാള പരിഭാഷയിൽ ഞാനതിൻ്റെ അർത്ഥം മാത്രം പറയുകയാണ്, അത് മുഴുവൻ വായിക്കുകയല്ല, ഇവിടെ വിലപ്പെട്ട സമയം ഞാൻ അപഹരിക്കുന്നില്ല. സ്പീക്കറുടേതായ ആ ഓഫീസ് ഓഫ് ദ സ്പീക്കർ, ആ സ്പീക്കർ പദവി വേക്കൻ്റായാൽ, ഒഴിവ് വന്നാൽ ഡെപ്യൂട്ടി സ്പീക്കർ ആ പദവി, ആ ചുമതല നിർവഹിക്കുക എന്നുള്ളതും, അത് ഒഴിവ് വന്നാൽ ഇന്ത്യയുടെ രാഷ്ട്രപതി മറ്റൊരാളെ അത്തരത്തിൽ നിയമിക്കുക എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഇന്ത്യയുടെ ഭരണഘടനയിൽ അനുച്ഛേദം 94-ലും 95-ലും വിവക്ഷിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ ലോക്സഭയുടെ ചരിത്രത്തിൽ ഏറ്റവും സീനിയറായിട്ടുള്ള അംഗം ആണ് പ്രോട്ടം സ്പീക്കറായി അത്തരത്തിൽ നിയമിക്കപ്പെടുക അല്ലെങ്കിൽ നിയുക്തനാവുക. അത് രാഷ്ട്രപതിയാണ് അത്തരത്തിലൊരു ഉത്തരവോടുകൂടി അങ്ങനെ ആ ചുമതല അദ്ദേഹത്തിൽ അർപ്പിക്കുന്നത്. അങ്ങനെ രാഷ്ട്രപതി അത് അർപ്പിക്കുന്നു ആ ചുമതല എന്ന് പറയുമ്പോൾ പ്രസിഡന്റ് ഓഫ് ദ ഇന്ത്യൻ യൂണിയൻ എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത്? എങ്ങനെയാണ്? ഓഫീസ് ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ദ ഇന്ത്യൻ യൂണിയൻ ഷാൽ ആക്ട് അക്കോർഡിംഗ് ടു ദ അഡ്വൈസ് ഓഫ് ദ കൗൺസിൽ ഓഫ് ദ മിനിസ്റ്റേഴ്സ്, അല്ലേ? എന്ന് വെച്ചാൽ യൂണിയൻ ക്യാബിനറ്റിൻ്റെ ഉപദേശം എന്ന് പറഞ്ഞാൽ തീരുമാനമാണ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതായത് BJP തീരുമാനിച്ചു, BJPയുടെ നേതൃത്വത്തിലുള്ള യൂണിയൻ ക്യാബിനറ്റ് തീരുമാനിച്ചു 8 തവണ ലോക്സഭാ അംഗമായി. ഈ 2 പേരും എൻ്റെ ചങ്ങാതിമാരാണ്, അതുകൂടി പറയാം. 2 പേരോടൊപ്പം ഞാൻ 1-ലേറെ തവണ ലോക്സഭാ അംഗമായിരുന്നതാണ്. തുടർച്ചയായി 10 കൊല്ലം അവരുടെ 2 പേരോടൊപ്പവും ലോക്സഭാ അംഗമായിരുന്നതാണ്. 2 പേരും ചങ്ങാതിമാരാണ്. പക്ഷേ ഇതിൽ രാഷ്ട്രീയമല്ല കലർത്തേണ്ടത്, ഭരണഘടനാ മൂല്യങ്ങളും കീഴ്വഴക്കങ്ങളും പാർലമെൻ്ററി ചട്ടങ്ങളുമാണ് ഉയർത്തിപ്പിടിക്കേണ്ടത്. 8 തവണ ലോക്സഭാ അംഗമായിരുന്ന വ്യക്തി ആരോ ആവട്ടെ, അദ്ദേഹത്തെ മാറ്റി നിർത്തുക. ആ മാറ്റി നിർത്തുന്നതിന് ഒരു ന്യായവും നമുക്ക് പറയാനായി ഇല്ലാതിരിക്കുക. പറയുന്നത് അദ്ദേഹം 1 തവണ തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്ന് അല്ല, 1 തവണയല്ല 1-ലേറെ തവണ തോറ്റു എന്ന് തന്നെ ഇരിക്കട്ടെ. ഇപ്പോൾ BJP അംഗമാണ് എന്നുള്ളത് കൊണ്ടാണ് ഭർതൃഹരി മഹ്താബിനെ പ്രോട്ടം സ്പീക്കറാക്കുന്നതെങ്കിൽ, അദ്ദേഹം BJP അംഗമായത് തന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ മാർച്ചിലാണ്. 7 തവണ അദ്ദേഹം മത്സരിച്ചതിൽ അദ്ദേഹം BJDയുടെ ബിജു ജനതാദളിൻ്റെ നേതാവായിരുന്നു. ലോക്സഭയിൽ ബിജു ജനതാദളിൻ്റെ ഗ്രൂപ്പ് ലീഡറായിരുന്നു അദ്ദേഹം. ഈ അടുത്തിടെയാണ് അദ്ദേഹം BJPയിലേക്ക് ചേർന്നത്. അതുകൊണ്ട് അദ്ദേഹം BJP അംഗമാണ് എന്ന് BJP അതുകൊണ്ട് അത്തരത്തിൽ വ്യാഖ്യാനിക്കുന്നത്. ഒരു പക്ഷേ ഇപ്പോൾ ഞാൻ വേറൊന്നും കൂടി പറയാം, ഇദ്ദേഹം മറ്റൊരു പ്രതിപക്ഷ പാർട്ടിയിൽ അംഗമായിരുന്നെങ്കിലും ഇപ്പോൾ ശ്രീ പത്മനാഭൻ പറഞ്ഞ ഈ ന്യായങ്ങളെല്ലാം അവിടെയും വരുമായിരുന്നു. എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഒരാൾ തന്നെ ആവണമെന്ന്? ഇനി വേറൊരു കാര്യം, ഞാൻ നിർത്തുന്നതിന് 1 മിനിറ്റ് കൊണ്ട് നിർത്താം. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ, ഡോക്ടർ മൻമോഹൻ സിംഗിനെ ഞാൻ ന്യായീകരിക്കേണ്ട ആളൊന്നും അല്ല അത് അത്തരം കാര്യത്തിൽ. പക്ഷേ
ലോക്സഭയിൽ അംഗമായിരിക്കുന്ന ആൾ തന്നെയായിരിക്കണം പ്രധാനമന്ത്രിയെന്നോ മറ്റേതെങ്കിലും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ അംഗങ്ങളെന്നോ ഇന്ത്യൻ ഭരണഘടനയിൽ ഒരിടത്തും പറയുന്നില്ല എന്ന് മാത്രമല്ല, ഐദർ ഓഫ് ദ ഹൗസസ്, ഈ പറയുന്ന ലോക്സഭയിലോ രാജ്യസഭയിലോ, അതായത് ഹൗസ് ഓഫ് ദ പീപ്പിളിലോ അല്ല കൗൺസിൽ ഓഫ് ദ സ്റ്റേറ്റ്സിലോ അംഗമായിരിക്കണമെന്നുമില്ല. അവിടെ ആ ചുമതല ഏറ്റെടുത്ത് 6 മാസത്തിനുള്ളിൽ അത്തരത്തിൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ മതി എന്ന് പറയുമ്പോൾ, മുമ്പ് ദേവഗൗഡ അത്തരത്തിൽ യുണൈറ്റഡ് ഫ്രണ്ടിൻ്റെ പ്രധാനമന്ത്രിയായി കടന്നു വരുമ്പോൾ അവിടെ കർണാടകത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു. ആ സ്ഥാനം രാജിവെക്കുകയും അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുകയും ചെയ്യുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല. ഇന്ന് അദ്ദേഹം BJPയുടെ സഖ്യകക്ഷിയാണെന്ന കാര്യം മറന്നു പോകരുത്. ഓക്കെ.